നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പുറപ്പെട്ടതുമായി ബന്ധപ്പെട്ട്. തയ്യിബ്, അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പലരും അദ്ദേഹത്തെ വഴിയിൽ വെച്ചും മറ്റുമൊക്കെ തടഞ്ഞുവെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്ര തുടർന്നു. അദ്ദേഹം കൂഫയിലേക്ക് എത്തുന്നതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഴിയിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ അദ്ദേഹത്തെ തടുക്കാൻ ബലമായും മറ്റുമൊക്കെ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം ഒന്നിനും വഴിപ്പെടാതെ കൂഫയിലേക്ക് അദ്ദേഹം ചെന്നു. ഏകദേശം ചരിത്രം പറയുന്നതനുസരിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 18,000-ഓളം ആളുകൾ ബൈഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. 18,000 ആളുകൾ ബൈഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പലരും ബൈഅത്ത് ചെയ്തുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തുകൾ അയക്കുകയും ചെയ്തു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തി. ഈ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം അവിടെ പോകുന്നത്. അദ്ദേഹം ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ യുദ്ധത്തിനോ പോയതല്ല. ഇതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ്? യുദ്ധത്തിനാണ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ടാകണം? സൈന്യം ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ കുടുംബം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മക്കൾ, അതുപോലെ തന്നെ കുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില ആളുകൾ മാത്രമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടാകുന്നത്. അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചെന്നാൽ കൂഫയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയും കർബല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ ബലമായി അവിടെ പിടിച്ചു വെക്കുകയും അവസാനം അവിടെ വെച്ച് അദ്ദേഹം അവരുമായി പോരാടുകയും 5,000-ഓളം ആളുകൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഒന്നിച്ചുള്ളവരും 72ഓളം ആളുകൾ, പിന്നെ അദ്ദേഹത്തെ തടയാൻ വേണ്ടി വന്നവരിൽ നിന്ന് 30ഓളം ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയാണ് ഹുസൈനു നേരെ വാളോങ്ങുക എന്ന് പറഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നു. ഇവർ 100 പേരും, ശത്രുക്കൾ ഏകദേശം 5,000-ഓളം ആളുകളും. ഈ ശത്രുക്കൾ എന്ന് പറയുന്നവരിൽ പലരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകിയവരായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകിയ 5,000 ആളുകളിൽ അവരിൽ ബൈഅത്ത് നൽകിയവരും ഈ 5,000 ആളുകളിലുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുമായി പോരാട്ടത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഈ 5,000-ഓളം ആളുകൾ വധിച്ചു കളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒറ്റക്ക് നിന്ന് ധാരാളം സമയം പോരാടി. ആരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തൊടാൻ ധൈര്യം കാണിച്ചിരുന്നില്ല. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പേരക്കുട്ടിയാണ്. പലപ്പോഴും അദ്ദേഹത്തെ തടയുമ്പോഴും മറ്റുമൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത്? ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്. പക്ഷേ അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയും പ്രവേശിക്കാൻ അനുവദിച്ചിട്ടില്ല. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നതിൽ നിന്ന് എല്ലാവരും മാറി നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷമർ ഇബ്നു ദിൽജൗഷൻ എന്ന് പറയുന്ന വേറെ ചില അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹമാണ് ഏറ്റവും ധാരാളം റിവായത്തുകളിൽ വന്നത്. ഷമർ ഇബ്നു ദിൽജൗഷൻ പറഞ്ഞു, ഹുസൈനെയും കൊന്നുകളയുക. അങ്ങനെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയിറക്കുകയും പിന്നീട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന ആ സമയത്തെ കൂഫയിലെയും ബസറയിലെയും ഭരണാധികാരിയുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ വിഷയം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയ കൂഫയിലെ 18,000-ഓളം വരുന്ന ആളുകളിൽ നിന്ന് 5,000-ഓളം ആളുകൾ, അല്ലെങ്കിൽ അതിൽപ്പെട്ട ആളുകളും ഉൾക്കൊള്ളുന്ന 5,000-ഓളം ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ നിന്നു. പിന്നീട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ 18,000 ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകി. അതിൽ 5,000 പേർ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് സങ്കല്പിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഈ കലാപവുമായി സഹകരിച്ചു എന്ന് സങ്കല്പിച്ചാൽ തന്നെ, ബാക്കി ഇത്രയും അധികം ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വാക്ക് നൽകിയവർ അദ്ദേഹത്തെ വഞ്ചിച്ചു. അദ്ദേഹത്തെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല അവരാരും. ഇത് അവർക്ക് പിന്നീട് പ്രയാസം ഉണ്ടാക്കി. അവരിൽ ചില ആളുകളൊക്കെ പ്രയാസം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം വരുമ്പോൾ അവർ വഞ്ചിക്കുകയും ചെയ്യുന്നു. അവരിങ്ങനെ വാക്കുകൊണ്ട് എല്ലാവിധ സഹകരണവും നൽകും. അതുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി സൈനബ് കൂഫയിലേക്ക് പോയപ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ കരയുന്നത് കണ്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, നിങ്ങളുടെ പുരുഷന്മാർ ഞങ്ങളുടെ കുടുംബക്കാരെ വധിച്ചു കളഞ്ഞു, എന്നിട്ട് നിങ്ങൾ കരയുകയാണോ? അപ്പൊ അവർ ഒരു വശത്ത് വാക്കുകൊണ്ട് സമാധാനിപ്പിക്കുമെങ്കിലും മറുവശത്ത് ഈ രൂപത്തിലുള്ള ചില പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഈ മകൻ യസീദ് ബിൻ മുആവിയ ഏകദേശം 4 വർഷക്കാലം ഭരണം നടത്തിയതിനു ശേഷം ഹിജ്റ 64 മരണപ്പെട്ടു. ഏകദേശം ആ ഒരു ചരിത്ര തർത്തീബ് നിങ്ങളുടെ മനസ്സിൽ വേണം. ഹിജ്റ 60 ഭരണം ഏറ്റെടുത്തു, 64 മരണപ്പെട്ടു. 40 മുതൽ 60 വരെ ആരാ ഭരിച്ചത്? മുആവിയ റളിയല്ലാഹു അൻഹു. അങ്ങനെ യസീദ് ബിൻ മുആവിയ മരണപ്പെട്ടു. പിന്നീട് ഭരണം ഏറ്റെടുത്തത് യസീദിന്റെ മകൻ മുആവിയയാണ്. യസീദിന്റെ മകന്റെ പേരും മുആവിയ എന്നാണ്. മുആവിയ ഇബ്നു യസീദ് ബിൻ മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഇവിടെ
യസീദിന്റെ മകൻ, യസീദിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്? ഇമാം ദഹബി റഹിമഹുല്ല പറഞ്ഞതുപോലെ ലാ നുഹിബ്ബുഹു വലാ നസുബ്ബു, നമ്മൾ ചീത്ത വിളിക്കാനും പോകുന്നില്ല, ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുമില്ല. ഇമാം അഹ്മദിനോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിച്ചു, താങ്കൾ യസീദിനെ കുറിച്ച് അല്ലെങ്കിൽ യസീദിനെ ഇഷ്ടപ്പെടുന്നവരെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇമാം അഹ്മദ് പറഞ്ഞു, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ഒരാൾ യസീദിനെ ഇഷ്ടപ്പെടുമോ? അപ്പോൾ ഇമാം അഹ്മദിന്റെ മകൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് ശപിക്കാത്തത്? ഇമാം അഹ്മദ് പറഞ്ഞു, മകനോട് ചോദിച്ചു, ഞാൻ ആരെയെങ്കിലും ശപിക്കുന്നത് നീ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല ആളുകളെ ശപിക്കുക എന്നുള്ളത്. ഇവിടെ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, യസീദ് ബിൻ മുആവിയയുടെ മരണശേഷം ഭരണം ഏറ്റെടുത്തത് മുആവിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹം സ്വാലിഹായ നല്ല ഒരു വ്യക്തിയായിട്ടാണ് ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭരണം ഏറ്റെടുത്ത് ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുആവിയ, യസീദിന്റെ മകൻ മുആവിയ പറഞ്ഞു, എനിക്ക് ഇതിനോട് താല്പര്യമില്ല, എനിക്ക് ഭരണത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഭരണം ഒഴിഞ്ഞു നൽകി. ഈ സമയം ആഭ്യന്തരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി നോക്കിയാൽ അവിടെ ഒരു ഭരണാധികാരിയുടെ ഒഴിവ് വന്നു, ഭരണാധികാരി ഇല്ലാത്തൊരു സാഹചര്യം വന്നു. ആ ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു കാലയളവിലാണ് മക്കയിൽ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ ഖലീഫയായി പ്രഖ്യാപിക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻ മുസ്ലിമീങ്ങളുടെ ഖലീഫയായി പ്രഖ്യാപിച്ചു. എല്ലാവരും അബ്ദുല്ലാഹ് ബിൻ സുബൈറിന് ബൈഅത്ത് ചെയ്തു. എന്നാൽ ഷാമിലുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ബിൻ സുബൈർ മക്കയിലാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മറ്റും ഭരണമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശം എന്ന് പറയുന്നത് കൂഫയാണ്. എന്നാൽ ഷാമിലുണ്ടായിരുന്ന മർവാൻ ബിൻ ഹകം അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെ ബൈഅത്ത് ചെയ്യാൻ ആദ്യം സമ്മതിച്ചെങ്കിലും പിന്നീട് വിസമ്മതിച്ചു. പക്ഷെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഭരിച്ചു. മർവാൻ ബിൻ അൽ ഹകം ഷാം ഭരിച്ചു. ഷാം ഒഴികെ ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ അബ്ദുല്ലാഹ് ബിൻ സുബൈറിന്റെ കീഴിലായിരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. മർവാൻ ബിൻ അൽ ഹകം ഈ കാലയളവിൽ അബ്ദുല്ലാഹ് ബിൻ സുബൈർ ഭരണം ഏറ്റെടുത്ത് പ്രഖ്യാപിച്ച ഈ സമയം നേരത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്ത് പിന്നെ അദ്ദേഹത്തെ സഹായിക്കാത്ത ധാരാളം ആളുകളുണ്ടല്ലോ, അവർക്ക് എങ്ങനെയെങ്കിലും യസീദിൽ നിന്ന് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിൽ നിന്ന്, ആരും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ഹുസൈനിനെ കൊല്ലുന്ന സമയത്ത് കൂഫയുടെ ഗവർണറായിരുന്നു. അപ്പോൾ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിൽ നിന്ന് എങ്ങനെയെങ്കിലും പ്രതികാരം എടുക്കണം എന്നൊരു ചിന്തയിലായിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ യസീദ് ബിൻ മുആവിയയുടെ മകൻ ഭരണം ഒഴിവാക്കിയ സമയം അവിടെ ഒരു ഇടവേള വന്നു. ഭരണം ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഈ കൂഫയിൽ ഉണ്ടായിരുന്ന ഹുസൈനിന് ബൈഅത്ത് നൽകി പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാത്ത ആളുകൾ തീരുമാനമെടുത്തു, ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ കൊല്ലണം, ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ കൊന്നുകളയണം. ചില പേരുകൾ ഇൻഷാ അല്ലാഹ് ചില ആളുകൾക്ക് ഇഷ്കാലാവുമായിരിക്കും, എന്നാലും വിഷയം ഒന്ന് ശ്രദ്ധിക്കാം. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് അവർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ കൊട്ടാരത്തിൽ വെച്ച് വധിച്ച് കളയുകയും ചെയ്തു. ആ സൈന്യം അവരറിയപ്പെട്ടത് ജയ്ഷു തവ്വാബീൻ എന്ന പേരിലാണ്. ജയ്ഷു തവ്വാബീൻ. എന്താണ് തവ്വാബ് എന്ന് പറഞ്ഞാൽ? തൗബ ചെയ്യുന്നവർ. അവർ ചെയ്തിരിക്കുന്ന ഒരു തെറ്റിൽ നിന്ന് പ്രായശ്ചിത്തമായി അവർ ചെയ്ത കൊലയാണിത്. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈഅത്ത് നൽകി വിളിച്ചു വരുത്തി അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ പറ്റാതെ അവരിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന ആ പാപത്തിന് പ്രായശ്ചിത്തമായി അവർ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുമ്പോൾ കൂഫയിലെ അമീറായിരുന്ന ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ ഈ കൂട്ടർ കൊന്നുകളഞ്ഞു. അതിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മുഖ്താർ ബിൻ അബി ഉബൈദ് അസ്സഖഫി. അങ്ങനെ ജയ്ഷു തവ്വാബീന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മുഖ്താർ ഇബ്നു അബി ഉബൈദ് അസ്സഖഫി. ഇവിടെ രണ്ട് ഘട്ടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഖിലാഫത്തും, മറ്റൊന്ന് ഒരു വശത്ത് ഷാമിൽ നിലനിൽക്കുന്ന ഉമവി ഭരണകൂടത്തിന്റെ പരമ്പരയും. ഇറാഖ് പോലെയുള്ള പ്രദേശങ്ങൾ ഉമവി ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു. പിന്നെ അവിടെ എന്താ സംഭവിച്ചത്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അദ്ദേഹം ഇറാഖിലേക്ക് വരികയും ഇറാഖിനെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പ്രദേശവുമായി ചേർക്കുകയും ചെയ്തു. ഇറാഖിനെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പ്രദേശവുമായി ചേർക്കുകയും ചെയ്തു. ഇവിടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രതികാരമെടുക്കുക, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് വഞ്ചന കാണിച്ച ശേഷം അദ്ദേഹത്തിന് പ്രതികാരം എടുക്കുക എന്ന നിലയിൽ ആ പ്രവർത്തിച്ച ആളുകൾ, അതാണ് ഷിയാക്കളുടെ മറ്റൊരു ളുഹൂറായി പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ
ആലുൽ ബൈത്തിനെ സഹായിക്കണം. അവർ വഞ്ചിച്ചവരാണ്. ഷിയാക്കളാണ് വാസ്തവത്തിൽ ആരെ കൊന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞത്. അവർ തന്നെ കൊന്നുകളയുകയും അവർ തന്നെ കൊന്നവരിൽ നിന്ന് പ്രതികാരമെടുക്കണം എന്ന് പറഞ്ഞ് യുദ്ധത്തിനിറങ്ങുകയും ചെയ്തു. അതാണ് ഷിയാക്കളുടെ വഞ്ചനയുടെ ഒരു ചരിത്രം. അങ്ങനെ യസീദ് കൊല്ലപ്പെടുന്നത്, അല്ലെങ്കിൽ യസീദ് മരണപ്പെടുന്നത് ഏത് വർഷം നമ്മൾ പറഞ്ഞത്? ഹിജറ 64. ഈ സമയം വരെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട ഓരോ ഭാഗത്ത് നിന്ന് ആളുകൾ ഷിയാക്കൾക്ക് വേണ്ടി സംസാരിക്കും. ചില ചെറിയ ചെറിയ സബഈയ പോലെയുള്ള ചില സംഘടനകൾ ഉണ്ടായി എന്നല്ലാതെ പ്രത്യക്ഷമായി വലിയൊരു സംഘമായി ഷിയാക്കൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തവാബീൻ അതൊക്കെ കഴിഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ കീഴിൽ മുസ്ലിമീങ്ങൾ ജീവിച്ചു. എത്ര വർഷം? 9 വർഷം. 9 വർഷക്കാലത്തോളം ജനങ്ങൾ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന് കീഴിൽ ജീവിച്ചു. എന്നാൽ ഷാമിൽ മർവാൻ ബിൻ ഹകം ബൈഅത്ത് ചെയ്യില്ല എന്ന് ഉറച്ചു നിൽക്കുകയും ചെയ്തു. അബ്ദുല്ലാഹ് ബിൻ സുബൈർ അവരായിട്ട് പ്രശ്നത്തിനോ മറ്റോ ഒന്നും പോയിരുന്നില്ല. മർവാൻ ബിൻ ഹകം മരണപ്പെട്ട ശേഷം ഭരണം ഏറ്റെടുത്തത് അബ്ദുൽ മലിക് ബിൻ മർവാനാണ്. ഉമവി ഭരണകൂടം നിങ്ങൾ വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിലാഫത്ത്, അല്ലെങ്കിൽ സഹാബത്തിന്റെ ഖുലഫാഉകളുടെ ഖിലാഫത്തിന് ശേഷം വന്ന ഖിലാഫത്താണ് ഉമവി ഖിലാഫത്ത്. അവരിൽ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു 9 വർഷം ഭരിച്ചു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ മർവാൻ ബിൻ ഹകം മരണപ്പെട്ട ശേഷം ഉമവി ഭരണകൂടത്തിൽപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ സുബൈർ ഉമവി ഭരണകൂടത്തിൽപ്പെട്ടവരല്ല. ക്ലിയർ അല്ലേ? ഉമവി ഭരണകൂടത്തിൽപ്പെട്ട മർവാൻ ബിൻ ഹകം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഭരണം ഏറ്റെടുത്തു. അദ്ദേഹം ഭരണം ഏറ്റെടുത്തപ്പോൾ ഓരോരോ പ്രദേശങ്ങളായി അദ്ദേഹത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. ഓരോരോ പ്രദേശങ്ങൾ. അങ്ങനെ ആദ്യം അദ്ദേഹം മിസ്റിലേക്ക് ചെന്നു, ഈജിപ്തിലേക്ക് ചെന്നു, പിന്നീട് ഇറാഖ്, പിന്നെ മദീന, പിന്നെ മക്കയിൽ വന്ന് അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെ ആ സ്ഥലം അവരുടെ കൈക്കലാക്കി. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മക്കയിലാണ്. മക്ക അവരുടെ അധീനതയിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. അങ്ങനെയാണ് ആ സമയം പോരാട്ടം നടക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവും ഇപ്പുറം അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ആളുകൾ തമ്മിൽ പോരാട്ടം നടക്കുകയും കഅബയുടെ അരികിൽ വെച്ച് അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. ആരായിരുന്നു ആ യുദ്ധത്തിന് നേതൃത്വം നൽകിയത്? അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കീഴിൽ സൈനാധിപൻ ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കീഴിലൂടെ ഹിജറ 73 അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അങ്ങനെ ഹിജറ 73 മുതൽ ഇസ്ലാമിക ഭരണകൂടം അതിനെ പരിപൂർണമായി നിയന്ത്രിച്ചത് അബ്ദുൽ മലിക് ബിൻ മർവാനാണ്. ഏകദേശം 20 വർഷത്തോളം ഭരണം നയിച്ചിരുന്നത് അബ്ദുൽ മലിക് ഇബിൻ മർവാനാണ്. ഇപ്പൊ ഏകദേശം ഏത് വർഷം വരെ എത്തി നമ്മള്? ഹിജറ 93. ഇവിടെയൊന്നും പ്രിയപ്പെട്ടവരെ ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു സംഘം, ഒരു വിഭാഗമായി വന്നിരുന്നില്ല. ഈ ഒറ്റപ്പെട്ട ചിന്താഗതികളും ഒറ്റപ്പെട്ട ചെറിയ ചെറിയ ഒരു വിഭാഗീയതയുമായി നടന്നു എന്നല്ലാതെ വലിയൊരു സംഘം അവരുടെ അഖീദ, അവർക്കായി ചില മസാജിദുകൾ, അവരുടേതായ ഹുസൈനിയാത്തുകൾ എന്നുള്ളത് പോലെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാലയളവിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആരാണ്? ഹസനും ഹുസൈനും, അല്ലെ? അതിൽ ഹുസൈന് കൊല്ലപ്പെട്ടത് നമ്മൾ പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അലി ഇബ്നു ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അലി ഇബ്നു ഹുസൈൻ. ഷിയാക്കൾ, അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന പേരെന്താണ്? സൈനുൽ ആബിദീൻ. അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ. ഷിയാക്കളും മറ്റുമൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന, അവർ 12 ഇമാമുമാരിൽ ഒരാളായി പരിഗണിക്കുന്നത് അലി ഇബ്നു ഹുസൈനെയാണ്. അലി ഇബ്നു ഹുസൈന്റെ മകൻ സെയ്ദ്. സെയ്ദ് ഇബ്നു അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ്. മനസ്സിലായോ? അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈനിന്റെ മകന്റെ മകൻ. ഈ സെയ്ദ് ഇബ്നു അലി ഇബ്നു ഹുസൈൻ, അദ്ദേഹം ആ സമയത്ത് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നത് പോലെ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉമവി ഭരണാധികാരി ഹിഷാം ബിൻ അബ്ദുൽ മലിക്കും സെയ്ദ് ബിൻ അലി ബിൻ ഹുസൈനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഈ സമയം ചില ആളുകൾ സെയ്ദ് ബിൻ അലി ബിൻ ഹുസൈന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, താങ്കൾ ഏത് വിഷയത്തിന് പോവാണെങ്കിലും താങ്കളുടെ കൂടെ നമ്മൾ സഹകരിക്കാനുണ്ടാകും. നേരത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൂഫക്കാർ നൽകിയ അതുപോലെ വാഗ്ദാനം. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിച്ചു, അതിനു മുമ്പ് ഞങ്ങൾക്കറിയാനുള്ള ഒരു കാര്യം, താങ്കളെ ഞങ്ങൾ സഹായിക്കാം, താങ്കളുടെ കൂടെ നിൽക്കാം, പക്ഷേ അബൂബക്കറിനെയും ഉമറിനെയും കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് അലി ബിൻ അബി താലിബിന്റെ പേരക്കുട്ടിയോട് ചോദിച്ചു. അദ്ദേഹം എന്ത് പറഞ്ഞു? അവർ രണ്ടുപേരും എന്റെ ഉപ്പാപ്പമാരാണ്, അവരെ ഞാൻ ഒരിക്കലും തള്ളി പറയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ ചീത്ത വിളിക്കാത്തത്? സെയ്ദ് പറഞ്ഞു, ഞാൻ അവരെ
ചീത്ത വിളിക്കുകയില്ല, നിങ്ങൾ എന്നിൽ നിന്ന് തിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആട്ടിപ്പായിക്കുന്നതിന് അറബിയിൽ പറയുന്ന പേരെന്താ? റഫള, വിട്ടയക്ക. ശേഷം പറഞ്ഞു, ഞാൻ നിങ്ങളുമായി ഒരു ബന്ധവുമില്ല, നിങ്ങൾ ഞാനുമായി ഒരു ബന്ധവുമില്ല. ആ വിഭാഗം സെയ്ദ് ബിൻ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വന്ന ആ വിഭാഗത്തിനാണ് എന്ത് പറയുന്നത്? സൈദിയാക്കൾ എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അഹ്ലുസുന്നയുമായി ഷിയാക്കളിൽ നിന്ന് ഏറ്റവും അടുത്ത വിഭാഗം സൈദിയാക്കളാണ്. അത് ഈ കൂട്ടരാണ്. അന്ന് സെയ്ദ് റളിയല്ലാഹു അല്ലെങ്കിൽ സെയ്ദ് റഹിമഹുല്ലാ അവരോട് നിങ്ങൾ എന്നിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ ആ സമയം മുതലാണ് റാഫിദിയാക്കൾ എന്ന പേരും അവർക്ക് വന്നത് എന്ന് ഇബ്നു ഹസ്ം റഹിമഹുല്ലയെ പോലെയുള്ളവർ പറയുന്നതായി കാണാം. എന്താണ് റാഫിദിയ എന്ന് പറഞ്ഞാൽ അർത്ഥം? റഫള എന്ന് പറഞ്ഞാൽ നമ്മൾ നിഷേധിക്കുക. അപ്പൊ റഫള ഷിയാക്കളെ കുറിച്ച് റാഫിദിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? തള്ളിക്കളഞ്ഞവർ. അവരെന്താ തള്ളിക്കളഞ്ഞത്? അബൂബക്കറിന്റെയും ഉമറിന്റെയും ഖിലാഫത്ത് അംഗീകരിക്കാതെ തള്ളിയവർ. മനസ്സിലായോ? അതിൽ നിന്നാണ് അവർക്ക് റാഫിദിയാക്കൾ എന്ന പേര് വന്നത്. അതിൽ നിന്നാണ് അവർക്ക് റാഫിദിയാക്കൾ എന്ന പേര് വന്നത്. അങ്ങനെ ഉമവി ഭരണകൂടം തീരുന്നത് വരെ ഇങ്ങനെ ചില ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റുമായി നടന്നു. ഉമവി ഭരണകൂടം എപ്പോഴാണ് പതിക്കുന്നത്? ഹിജറ 132. ഹിജറ 132 വരെയാണ് ഉമവി ഭരണകൂടം നിലനിന്നിരുന്നത്. അതിനുശേഷം അബ്ബാസി ഭരണകൂടം നിലവിൽ വന്നു. നമുക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. അബ്ബാസി ഭരണകൂടം വന്നപ്പോഴും ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിന്റെ ചരിത്രം പഠിക്കണം. ഖദ്ദറല്ലാഹ് സമയം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ലഭിച്ചില്ല. അബ്ബാസി ഭരണകൂടം വന്നപ്പോഴും അവർക്ക് വലിയ രൂപത്തിൽ അവരുടെ മസാജിദുകൾ ഉണ്ടാക്കാനും അവരുടെ അഖീദയുമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങാനൊന്നും അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ അബ്ബാസി ഭരണകാലത്ത് സംഭവിച്ച പ്രധാന ചില വിഷയങ്ങൾ എന്താണ്? ഷിയാക്കൾ അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആ ഇഷ്ടം അതിര് കവിഞ്ഞു എന്ന് വാദിക്കുന്ന ചില ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് മുതലെടുത്തുകൊണ്ട് ചില ആളുകൾ അവരുടെ കൂടെ ചേരുകയും ആ കുടുംബത്തിൽപ്പെട്ട ജഅഫർ സാദിഖ് എന്ന് പറയുന്ന ഷിയാക്കൾ 12 പേരിൽ ഒരാളായി പറയുന്ന ജഅഫർ സാദിഖിന്റെ പേരിൽ ധാരാളം കള്ള ഹദീസുകൾ കെട്ടിച്ചമക്കാൻ വേണ്ടി തുടങ്ങി, അവരുടെ മദ്ഹബിനെ പോഷിപ്പിക്കാൻ. കാരണം ഹദീസുകളും ആയത്തുകളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ കള്ള ഹദീസുകൾ കെട്ടിപ്പറയാൻ വേണ്ടി തുടങ്ങി. അതിൽ ഏറ്റവും വലിയ പങ്കുവെച്ച ആളുകളാണ് അലി ബിൻ ഇബ്രാഹിം അൽ ഖുമ്മി 4-ാം നൂറ്റാണ്ടിൽ, മുഹമ്മദ് ബിൻ യഅഖൂബ് അൽ കുലൈനി, അതുപോലെ മുഹമ്മദ് ബിൻ അൽ ഹസൻ അത്തൂസി, ഇബ്നു ബാബോയി, ഇങ്ങനെയുള്ള ഷിയ പണ്ഡിതന്മാർ ഹദീസുകൾ കെട്ടിപ്പറയാൻ വേണ്ടി തുടങ്ങി. പ്രധാനമായിട്ടും ആരുടെ പേരിലാണ് അവർ ഹദീസുകൾ കെട്ടിച്ചമച്ചത്? ജഅഫർ സാദിഖിന്റെ. അഥവാ ജഅഫർ സാദിഖ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുകളിൽ നിന്നുള്ളവരിൽ നിന്ന്. അങ്ങനെ ആ ഒരു പരമ്പര ജഅഫർ സാദിഖ്, അദ്ദേഹത്തിന് മുമ്പ് മുഹമ്മദ് അൽ ബാഖിർ, അതിനു മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞ സെയ്ദ്, അതിനു മുമ്പ് അലി, അതിനു മുമ്പ് ഹുസൈൻ, അതിനു മുമ്പ് അലി ബിൻ അബി താലിബ്. ഈ ഒരു തർത്തീബിൽ അവർ ജഅഫർ സാദിഖിന്റെ പേരിൽ ധാരാളം കളവുകൾ കെട്ടിച്ചമക്കുകയും അവരുടെ വാദങ്ങൾ, അവരുടെ പ്രധാന വാദം എന്തായിരുന്നു? ഇമാമത്ത് വാദം സ്ഥാപിക്കാൻ ജഅഫർ സാദിഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചു എന്ന് പറയുന്ന ധാരാളം കള്ള ഹദീസുകൾ അവർ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ടാണ് ഷിയാക്കൾ ലോകത്തേക്ക് കടന്നു വന്നത്. പക്ഷേ അവർക്ക് ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവരുടെ ആശയങ്ങൾ പറയാൻ, അവരുടെ മസാജിദുകൾ സ്ഥാപിക്കാൻ പ്രത്യേകിച്ച് അവസരങ്ങൾ കാര്യമായിട്ടൊന്നും ആദ്യം ലഭിച്ചിരുന്നില്ല. അവർക്ക് ഏറ്റവും വിശാലമായി അവരുടെ ആശയങ്ങളും അവരുടെ അഖീദയും സ്ഥാപിക്കാൻ സാധിച്ചത് സഫവിയ്യ ഭരണകൂടത്തിലൂടെയാണ്. സഫവിയ്യ ഭരണം എന്ന് പറയുന്ന ഹിജറ 907 അഥവാ 10-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ ഒരു ഭരണകൂടം നിലവിൽ വന്നു, സഫവിയ്യ ഭരണം. ആ ഭരണകൂടമാണ് ഷിയ ആശയം ഏറ്റവും വിശാലമായി പ്രചരിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. അങ്ങനെയാണ് ലോകത്ത് ഷിയാക്കൾ ഇത്രയും അധികം വ്യാപിച്ച്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം 2 രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാൻ, അവർ ആളുകൾ കൊണ്ടും ധാരാളമുണ്ട്, അവരാണ് ഭരണം. ഇറാഖിലും ഭാഗികമായി ഭരണം അവർക്കാണ്. ഈ രൂപത്തിൽ അവർ അങ്ങനെ ലോകത്തേക്ക് വ്യാപിക്കാൻ വേണ്ടി അവർക്ക് വാതിലുകൾ തുറന്നു കൊടുത്തത് ഷിയഈ ഭരണകൂടമായ സഫവിയ്യ ഭരണകൂടമാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അവരുടെ ചില പിഴവുകൾ മാത്രം പെട്ടെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വിഷയം തീർക്കാം. അവസാനം ഒരു 5 മിനിറ്റ് ആർക്കെങ്കിലും സംശയമുള്ളത് ചോദിക്കാനും. ഷിയാക്കളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ധാരാളം വിഭാഗങ്ങളുണ്ട്. അവരിൽപ്പെട്ട മസ്ഊദി അദ്ദേഹത്തിന്റെ മുറൂജുദ് ദഹബ് എന്ന കിതാബിൽ പറയാണ്, ഷിയാക്കൾ 70-ലധികം കക്ഷികളുണ്ട്. ഷിയാക്കൾ മാത്രം 70-ലധികം കക്ഷികളുണ്ട് എന്ന് അവരുടെ പണ്ഡിതൻ മസ്ഊദി അദ്ദേഹത്തിന്റെ മുറൂജുദ് ദഹബ് എന്ന കിതാബിൽ പറയുന്നതായി കാണാം. ഈ 70-ലധികം കക്ഷികൾ അവരെല്ലാവരും മുസ്ലിമീങ്ങളിൽപ്പെട്ടവരാണോ? അല്ല.
എന്നാൽ എല്ലാവരും കാഫിര്യങ്ങളാണോ? അല്ല. വ്യത്യസ്ത രീതികളിൽ അവരിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ സൈദിയാക്കൾ അവരുടെ അഭിപ്രായം അനുസരിച്ച് അബൂബക്കറിന്റെയും ഉമറിന്റെയും ഖിലാഫത്ത് ശരിയാണ്, പക്ഷേ അവരെക്കാളും ശ്രേഷ്ഠനാരാണ്? അലി ബിൻ അബി താലിബാണ്. പക്ഷെ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഖിലാഫത്ത് ശരിയാണ്, സഹീഹാണ്. അതുകൊണ്ട് അവർ അഹ്ലുസുന്നയുമായി ഏറ്റവും അടുത്തവരാണ്. യമനിൽ ആദ്യമൊക്കെ ധാരാളമായ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു അഖീദ അതാണ്. എന്നാൽ ഈ സൈദിയാക്കളിൽ വേറെ പല വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജാറൂദിയ. ആ ജാറൂദിയ വിശ്വാസമാണ് ഇന്നത്തെ യമനിലെ ഹൂസികൾ സ്വീകരിക്കുന്ന വിശ്വാസം. ജാറൂദിയ അത് കുഫറാണ്. ആ വിശ്വാസം കുഫറൻ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ജാറൂദിയാക്കൾ അറിയപ്പെടുന്നത് റാഫിദത്തു സൈദിയ എന്നാണ്. റാഫിദത്തു സൈദിയ, സൈദിയാക്കളിൽപ്പെട്ട റാഫിദിയാക്കൾ. മനസ്സിലാവുണ്ടോ? പെട്ടെന്ന് പറയുന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ഇഷ്കാലാവരുത്, സംശയങ്ങളുടെ പിന്നെ ചോദിക്കണം. ഇവിടെ ഷിയാക്കൾ 70-ലധികം കക്ഷികളുണ്ട് എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും അഹ്ലുസുന്നയുടെ അല്ലെങ്കിൽ അഹ്ലുസുന്ന അല്ല, മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിലുള്ളവരല്ല. ചിലർ കാഫിര്യങ്ങളാണ്. ഉദാഹരണത്തിന് നുസൈരിയാക്കൾ, ബാത്തിനിയാക്കൾ, ബഹായിയാക്കൾ, ബാബിയാക്കൾ, ദുറൂസ്, കറാമിത്ത, ദുറൂസ് എന്നും ലുബ്നാനിലും മറ്റുമുണ്ട്, കറാമിത്തകൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കക്ഷികളുണ്ട് ഷിയാക്കളിൽ തന്നെ. അവരൊക്കെ കാഫിര്യങ്ങളാണ്. എന്നാൽ അവരിൽപ്പെട്ട ചില ആളുകൾ, അവർ ഞാൻ ഈ പറഞ്ഞതുപോലെ സൈദിയാക്കളെ പോലെയുള്ളവർ, അവർ മുൻഹരിഫീങ്ങളാണ്, അഖീദയിൽ പിഴച്ച ആളുകളാണ്, പക്ഷേ അവർ കാഫിര്യങ്ങളല്ല. ഇനി നമുക്ക് ആവശ്യമുള്ള, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കൽ അത്യാവശ്യമായ അവരുടെ 1-2 പിഴവുകൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് നാം ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്ന വിഭാഗത്തിന്റെ പേരെന്താണ്? ഇസ്നാ അശരിയാക്കൾ. ഇസ്നാ അശരിയാക്കൾ അഥവാ 12 ഇമാമുമാരെ വെക്കുകയും ആ ഇമാമുമാർക്ക് എല്ലാവിധ പവിത്രതയും നൽകുന്ന വിഭാഗം. അവരാരൊക്കെയാണ്? പെട്ടെന്നൊന്ന് അവരുടെ പേരുകൾ വായിക്കാം. ഒന്ന് അലി ബിൻ അബി താലിബ്, രണ്ടാമത്തേത് ഹസൻ ഇബ്നു അലി, മൂന്നാമത്തേത് ഹുസൈൻ ഇബ്നു അലി. അപ്പൊ അവരുടെ വിശ്വാസം അനുസരിച്ച് ആദ്യം അലി ബിൻ അബി താലിബ്, പിന്നെ അദ്ദേഹത്തിന് 2 മക്കൾ. പിന്നെ മക്കൾ ആരായിരിക്കണം? ഏറ്റവും മുതിർന്ന മകൻ മാത്രമേ ഉപ്പയിൽ നിന്ന് ഖിലാഫത്ത് അല്ലെങ്കിൽ ഇമാമത്ത് സ്വീകരിക്കാൻ പറ്റൂ. ഇതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അലി ബിൻ അബി താലിബ്, ഹസൻ ബിൻ അലി, ഹുസൈൻ ബിൻ അലി, അലി സൈനുൽ ആബിദീൻ, മുഹമ്മദ് അൽ ബാഖിർ, ജഅഫർ അസ്-സാദിഖ്, മൂസ അൽ കാളിം, അലി അൽ-റിള, മുഹമ്മദ് അൽ ജവാദ്, അലി അൽ ഹാദി, അൽ ഹസൻ അൽ അസ്കരി. അവസാനമായി വന്ന അവരുടെ ഇമാം ഹസൻ അസ്കരിയാണ്. എന്ത് സംഭവിച്ചു? 11ാമത്തെ അവരുടെ ഇമാമിന് കുട്ടി ജനിച്ചിട്ടില്ല. 11ാമത്തെ ഷിയാക്കളുടെ ഇമാമിന് കുട്ടി ജനിച്ചിട്ടില്ല. ഷിയാക്കളാകെ പ്രയാസത്തിലായി. ഇനി എന്തു പറയും? കാരണം മക്കളായിട്ട് വരേണ്ട കാര്യമാണ്. അവർ പറയുന്നത് അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്തതാണ്, ഇമാമുമാരിലൂടെ മാത്രമേ ദീന് സ്വീകരിക്കാൻ പറ്റൂ. അപ്പൊ 11ാമത്തെ ഇമാമിന് മക്കളില്ല. അങ്ങനെ അവരുണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് മുഹമ്മദ് ബിൻ അൽ ഹസൻ അൽ അസ്കരി. അവർ പറഞ്ഞു, അല്ല, അദ്ദേഹത്തിന് മകനുണ്ടായിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം സാമിറ എന്ന് പറയുന്ന, ഇറാനിലെ സാമിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗുഹയിൽ അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് സമയമായാൽ അദ്ദേഹം പുറത്തേക്ക് വരും. ഇതാണ് ആരുടെ വിശ്വാസം? ഷിയാക്കളുടെ വിശ്വാസം. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം. ഈ 12 ഇമാമുമാരെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത്? ഇസ്നൈ അശരിയാക്കൾ എന്ന് പറയുന്നത്. ഇസ്നൈ അശരിയാക്കൾ എന്ന് പറയുന്നത്. അവരുടെ പിഴച്ച വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനിലുള്ള അവരുടെ വിശ്വാസമാണ്. ഖുർആനിലുള്ള അവരുടെ വിശ്വാസമാണ്. എന്താണ് ഷിയാക്കളുടെ ഖുർആനിലുള്ള വിശ്വാസം? ഇത് സഹോദരങ്ങളെ, ഞാൻ പെട്ടെന്ന് ഉണർച്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിന്ന് ആരും സ്വീകരിക്കാത്തൊരു മദ്ഹബല്ലേ എന്ന് ചിന്തിക്കരുത്. 2 രാജ്യങ്ങൾ നിലനിൽക്കുന്ന, അതിനേക്കാളും അപകടം ഷിയാക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് അവരെ പുകഴ്ത്തുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, അവരുടെ വിശ്വാസം എന്താണ്? ഖുർആനിന്റെ വിഷയത്തിൽ ഷിയാക്കളുടെ വിശ്വാസം ഖുർആന് തെളിവല്ല. നമ്മുടെ ഖുർആൻ, അവരുടെ വിശ്വാസം അത് തെളിവല്ല. ഇത് നമ്മൾ പറയുന്നതല്ല. അവരുടെ കാഫി, നമ്മുടെ ബുഖാരി പോലെ അവരുടെ കാഫിയിൽ കുലൈനി പറയുന്നു, ഇന്നൽ ഖുർആന ലാ യകൂനു ഹുജ്ജതൻ ഇല്ലാ ബിഖയ്യിം. ഖയ്യിം ഇല്ലാതെ, അഥവാ വിധി നൽകുന്ന ഒരാളില്ലാതെ ഖുർആനിന്റെ ആയത്തുകൾ തെളിവല്ല. ആരാണ് വിധി നൽകുന്ന ആളുകൾ? ഇവർ ഈ പറയുന്ന 12 ഇമാമിങ്ങൾ. ഇവർ ഈ പറയുന്ന 12 ഇമാമിങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഖുർആനിന്റെ ആയത്ത് തെളിവാവുകയുള്ളൂ എന്നതാണ് അവരുടെ വാദം. അതുപോലെ അവർ പറയുന്ന മറ്റൊരു വാദമാണ്, ബിഹാറുൽ അൻവാറിൽ അവരുടെ മജ്ലിസി എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നു, ഖുർആൻ ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നല്ലാതെ ആരെങ്കിലും ഖുർആൻ പഠിക്കുകയാണെങ്കിൽ അവൻ നശിച്ചവനാണ്. അപ്പൊ അവരുടെ വാദം ഖുർആൻ തെളിവല്ല. ഇനി അത് തെളിവാകണമെങ്കിലുള്ള മാനദണ്ഡം എന്താണ്? അലി റളിയല്ലാഹു അൻഹുവും ബാക്കിയുള്ള ഇമാമിങ്ങളും
പഠിപ്പിച്ചിരിക്കണം. അതല്ലെങ്കിൽ ഖുർആൻ തെളിവല്ല എന്നതാണ് അവരുടെ വിശ്വാസം. അവർ ഏത് വിശ്വാസവും, ഷിയാക്കളുടെ പിഴവുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂചിപ്പിച്ചതാവട്ടെ അല്ലാത്തതാവട്ടെ, ഏത് വിശ്വാസവും അവർക്ക് എന്തുമായി ബന്ധമുണ്ടാകും? ഇമാമിയത്തുമായി ബന്ധമുണ്ടാകും. അവരുടെ ഖളിയത്തുൽ ഇമാമ എന്ന് പറയുന്ന വിഷയവുമായി ബന്ധമുണ്ടാകും. കാരണം അവരെപ്പോഴും ശ്രമിച്ചത് എന്തിനാണ്? പ്രവാചകന് ശേഷം ഖിലാഫത്തിന് ഏറ്റവും അർഹതയുള്ള വ്യക്തി ആരാണ്? അലി ബിൻ അബി ത്വാലിബാണ്. അതുകൊണ്ടെല്ലാം അവർ ദുർവ്യാഖ്യാനിക്കേണ്ടി വന്നു. ഈ വിഷയം തന്നെ ഇമാമുമാരെ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഇമാമുമാരിലൂടെ മാത്രമേ ഖുർആൻ മനസ്സിലാക്കൂ എന്ന് പറയാനുള്ള കാരണം എന്താണ്? സ്വാഭാവികമായി ഇമാമത്താണ് ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അവരോട് ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഖുർആനിൽ ഇമാമത്തിനെ കുറിച്ച് പരാമർശമില്ല? അപ്പൊ അവര് പറഞ്ഞു, ഈ ഖുർആനിലുള്ള ആയത്തുകൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഈ ഖുർആനിൽ അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്, അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാകാം? അവരുടെ ഇമാമുമാർ വിശദീകരിച്ചു തരണം. അത് ഈ ജാഫർ സാദിഖിന്റെയും മറ്റും പേരിൽ അവർ കള്ളക്കഥകൾ കെട്ടിച്ചമക്കുകയും ചെയ്തു. അപ്പൊ അത് നോക്കിയാൽ അതിലുണ്ട് ഇമാമുമാരുള്ള സൂചന ആയത്തുകളുടെ തഫ്സീറിൽ. അതുകൊണ്ടാണ് അവർ അവരുടെ ഇമാമുമാർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ വിഷയത്തിലുള്ള അവരുടെ വിശ്വാസം അവരുടെ ഇമാം അംഗീകരിച്ചാൽ അല്ലാതെ തെളിവാവുകയില്ല. അവരുടെ ഇമാമുമാർക്ക് മാത്രമേ ഇത് മനസ്സിലാകൂ. തീർന്നില്ല. ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഖുർആൻ ഇത് പരിപൂർണമല്ല, അതാണ് അവരുടെ വിശ്വാസം. ഷിയാക്കൾ പറയുന്നത് നാം ഇവിടെ ഓതുന്ന ഖുർആൻ അത് പരിപൂർണമല്ല, മറിച്ച് അതിൽ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് കൈകടത്തലുകൾ നടന്നത്? അവർ പറയുന്നു, ചില ആയത്തുകൾ നിഷേധിച്ചു, ചില ആയത്തുകളെ അധികരിപ്പിച്ചു. തയ്യിബ്, എന്താണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ള അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്താണ്? തബറസി, അവരുടെ പണ്ഡിതൻ, തബറസി എന്ന് പറയുന്ന അവരുടെ പണ്ഡിതൻ പറയുന്നു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വഫാത്തിന് ശേഷം അദ്ദേഹം ഖുർആനൊക്കെ ക്രോഡീകരിക്കുകയും സഹാബത്തിന്റെ അരികിൽ വരികയും ചെയ്തു. അബൂബക്കറും ഉമറും ഒക്കെ ആ ഖുർആൻ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കാണുന്നത് എന്താ? അബൂബക്കറിനെ കുറ്റം പറയുന്നു, ഉമറിനെ കുറ്റം പറയുന്നു, അബൂ ഉബൈദയെ കുറ്റം പറയുന്നു. ഇത് കണ്ടപ്പോൾ അബൂബക്കർ പറഞ്ഞു, ഈ ഖുർആൻ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അപ്പൊ അലി ബിൻ അബി ത്വാലിബ് പറഞ്ഞു, എന്നാൽ ഈ ഖുർആൻ ഞാൻ സൂക്ഷിക്കും, നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഇത് കാണുകയുമില്ല. ഇത് അവരുണ്ടാക്കിയ കഥയാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലിയോട് പറഞ്ഞു, ആ ഖുർആൻ കൊണ്ടുവരണം. അത് കത്തിക്കാൻ വേണ്ടി ഉമർ തീരുമാനിച്ചു. പക്ഷെ അലി റളിയല്ലാഹു അൻഹു അത് വിസമ്മതിച്ചതായി, അവർ ഒരു കഥയുണ്ടാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവര് പറയുന്നത് എന്താ? യഥാർത്ഥ ഖുർആൻ അലി ബിൻ അബി ത്വാലിബിന്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ സഹാബികൾ അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ 30 ജുസ് ഉള്ള ഖുർആൻ, അത് അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിന്റെ 1/3 ഭാഗം മാത്രമേ ഉള്ളൂ. അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിന്റെ 1/3 ഭാഗം മാത്രമേ ഉള്ളൂ. തയ്യിബ്, അവരോട് ചോദിക്കുക, ഖുർആനിൽ ശരിയായി അങ്ങനെ ആയത്തുകൾ ഉണ്ടായിരുന്നോ ഇമാമത്തിനെ കുറിച്ച്? അവർ പറയും ഉണ്ടായിരുന്നു. തെളിവെന്താണ്? ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ എന്ന് പറയുന്ന ആയത്തുണ്ട്. ആ ആയത്തിൽ അവർ പറഞ്ഞു, അത് ശരിക്ക് ഫറുദ്ദൂ ഇലല്ലാഹി വർ റസൂലി വൽ അഇമ്മ എന്നായിരുന്നു. അള്ളാഹുലേക്കും റസൂലിലേക്കും അവരുടെ ഇമാമിയങ്ങളിലേക്കും മടക്കുക എന്നായിരുന്നു. ആ അഇമ്മ എന്ന പദം എവിടെ പോയി? അബൂബക്കറും ഉമറും അത് ഒഴിവാക്കി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് ഒഴിവാക്കി. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, അല്ലേ? നമുക്കറിയാം ഖുർആനിലെ ആയത്താണ്. അവർ പറഞ്ഞു ആ ആയത്തിന്റെ ഉദ്ദേശം, കുറച്ചധികം സമയം എടുത്തോട്ടെ, നിസ്കാരം 5 മിനിറ്റ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, ഉമ്മത്തൻ എന്ന് പറയുന്നത് അവർ പറഞ്ഞു അവിടെ ഉമ്മത്തല്ല, ശരിക്ക് അഇമ്മത്തൻ എന്നായിരുന്നു. പക്ഷെ അബൂബക്കറും ഉമറും കൈകടത്തലുകൾ നടത്തിയതാണ്. ഇങ്ങനെ ധാരാളക്കണക്കിന് ആയത്തുകൾ അവർ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ വാദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഷിയാക്കളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ഹുസൈൻ അന്നൂരി അത്തബറസി. ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, ഫസ്ലുൽ ഖിതാബ് ഫി തഹ്രീഫ് കലാമി റബ്ബിൽ അർബാബ്. അള്ളാഹുവിന്റെ ഈ കലാം, പരിശുദ്ധ ഖുർആനിൽ നടന്നിരിക്കുന്ന കൃത്രിമങ്ങൾ, കൈകടത്തലുകൾ എന്ന പേരിൽ അദ്ദേഹം ഒരു കിതാബ് എഴുതുകയും ഈ പറയപ്പെട്ട വികൃതമായ വാദങ്ങൾ അതിൽ സ്ഥാപിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അവർ പറയുന്നത് യഥാർത്ഥ ഖുർആനിൽ അബൂബക്കറിനെ ശപിച്ചുകൊണ്ട് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, തബ്ബത് യദാ അബീ ബക്രിൻ വതബ്, തബ്ബത് യദാ ഉമർ വതബ് എന്നായിരുന്നു ഖുർആനിൽ ഉണ്ടായിരുന്നത്. അത് അബൂബക്കറും ഉമറും ഒഴിവാക്കിയതാണ് എന്ന് അവർ പറയുന്നതായി നമുക്ക് കാണാം. അവർ പൊതുവിൽ പറയാറുള്ള കാര്യമാണ്, ഖുർആൻ 3 ഭാഗമായിട്ടാണ്. ഒന്ന് സുലുസുൻ ഫീന, ഒരു ഭാഗം ഞങ്ങളെ പുകഴ്ത്തിക്കൊണ്ട്, അഥവാ ഷിയാക്കളെ. വസുലുസുൻ ഫി അഅദാഇന, ഒരു ഭാഗം നമ്മുടെ ശത്രുക്കളുടെ വിഷയത്തിൽ, അഥവാ അബൂബക്കർ ഉമർ ബാക്കിയുള്ള സഹാബികൾ. വസുലുസുൻ ഫിൽ അഹ്കാമി വൽ ഖിസസ്, ബാക്കിയുള്ള വിധിവിലക്കുകൾ. അവർ പറയുന്നു ഇന്ന് നാം കാണുന്ന ഈ ഖുർആൻ അത് ഈ 1/3 ഭാഗമാണ്, അഥവാ അഹ്കാമും ഖിസസും, ചരിത്രങ്ങളും വിധിവിലക്കുകളും. നമ്മുടെ വിഷയത്തിലുള്ളതും നമ്മുടെ ശത്രുക്കളുടെ വിഷയത്തിലുള്ളതും അബൂബക്കറും ഉമറും ഒക്കെ ഒഴിവാക്കി എന്നുള്ളതാണ് അവരുടെ വാദം.
ഇത് അവരുടെ പൂർവ്വകാല പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്ന കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുലൈനി പറഞ്ഞിട്ടുണ്ട്, അലി ബിൻ ഇബ്രാഹിം അൽ ഖുമ്മി, അയ്യാഷ്, തബറസി, ഫറാദ്, അതുപോലെ അജ്നാൻ അൽ ബഹ്റാനി, യൂസുഫ് അൽ ബഹ്റാനി, അതുപോലെ അൽ മജ്ലിസി, ഇങ്ങനെ അവരുടെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ ഒരു ആശയം. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ തെറ്റാണ് എന്നവർ പറയാൻ അവരെ കൊണ്ടെത്തിച്ചെന്ന വിഷയം ഇമാമത്താണ്. കാരണം ആളുകൾ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നു, എന്തുകൊണ്ടാണ് ഖുർആനിൽ ഇമാമത്തില്ലാത്തത്, എന്തുകൊണ്ടാണ് ഖുർആനിൽ ഇമാമത്തില്ലാത്തത്? അപ്പൊ അവരുടെ മറുപടി, ഈ ഖുർആനിൽ കൈകടച്ചലുകൾ നടന്നിട്ടുണ്ട്. ഈ മറുപടി പറഞ്ഞാൽ അവർ സേഫാണ്. ഈ മറുപടി പറഞ്ഞാൽ പിന്നെ മറ്റു ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ അവരുടെ അനുയായികൾക്ക് സാധിക്കില്ല. ഇപ്പൊ സ്വാഭാവികമായി അഹ്ലുസുന്ന അവരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഖുർആൻ എവിടെയുള്ളത്? അവരതിന് പേര് വിളിക്കുന്നത് മുസ്ഹഫ് ഫാത്തിമ, അതെവിടെയാണുള്ളത്? അപ്പൊ അവര് പറയുന്നത് അത് അവരുടെ ഇമാമിന്റെ കയ്യിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ജനിക്കാത്ത മുഹമ്മദ് ബിൻ അൽ ഹസൻ അൽ അസ്കരി സർദാബ് സാമുറയിൽ തഹ്റാനിലുള്ള ആ ഗുഹയിൽ താമസിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന ആ ഗുഹയിൽ മുഹമ്മദ് ബിൻ അൽ ഹസൻ അൽ അസ്കരിയുടെ കൂടെ ആ ഖുർആൻ ഉണ്ട്. അദ്ദേഹം അവസാന നാളിൽ വരുമ്പോൾ ആ ഖുർആനിന്റെ പരിപൂർണ കോപ്പിയുമായി വരും എന്നതാണ് അവരുടെ വാദം. നമ്മുടെ ഖുർആനിൽ എത്ര ആയത്തുകളാണ്? 6000 ചില്ലാനം. അവരുടെ ഖുർആനിൽ 17,000-ഓളം ആയത്തുകളുണ്ട്, 17,000-ഓളം ആളുകളുണ്ട്. ഇതാണ് ആയത്തുകളുണ്ട്. ഇതാണ് അവരുടെ വാദം. രണ്ടാമത്തെ അവരുടെ പ്രധാനപ്പെട്ട വാദം, സഹാബത്തിനെ ഒന്നടങ്കം തക്ഫീർ നടത്തുക. എല്ലാ സഹാബികളും കാഫിറാണ്. എന്താണ് കാരണം? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമറിന്റെയും ഖിലാഫത്ത് അവർ അംഗീകരിച്ചു. അലീന് കൊടുക്കേണ്ട ഇമാമത്ത് ഇവർ അപഹരിച്ചെടുത്തപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള സഹാബികൾ മിണ്ടാതിരുന്നു. അതുകൊണ്ട് ഈ സഹാബികൾ എല്ലാവരും കാഫിരീങ്ങളാണ്. അവരുടെ ഹുമൈനി എന്ന് പറയുന്ന, സമീപകാലം ചത്തുപോയ അവരുടെ ഹുമൈനി എന്ന് പറയുന്നവൻ അവന്റെ കശ്ഫുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, ഖുർആനിൽ കൈകടത്തലുകൾ നടത്തിയ, ശരീഅത്തിൽ വലിയ അബദ്ധങ്ങൾ കാണിച്ച വ്യക്തികളാണ് അബൂബക്കറും ഉമറും. ആ ഹുമൈനിയുടെ ഖബറിടത്തിൽ പോയി ഖാലിദ് മിഷാൽ എന്ന് പറയുന്ന ഹമാസിന്റെ ഒരു നേതാവ് പൂച്ചണ്ടുകൾ വെക്കുകയും ശേഷം പറഞ്ഞു, ഹമാസിന്റെ റൂഹിന്റെ നേതാവ് ഈ ഹുമൈനിയാണ്. ഈ ഹുമൈനിന്റെ വാദം അബൂബക്കറും ഉമറുമാണ് ദീനിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മൂന്നാമത്തെ വിശ്വാസം ബിദ. അവർക്കൊരു വിശ്വാസമുണ്ട്, അഖീദത്തുൽ ബിദ. ബിദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരു കാര്യം തോന്നും, ചെയ്യണമെന്ന് തോന്നും, അല്ലെങ്കിൽ അള്ളാഹു വിധിക്കും, പിന്നീട് അള്ളാഹുവിന് തോന്നും അത് വേണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് ഷിയാക്കളുടെ വിശ്വാസം അതാണ്. അള്ളാഹുവിന് ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നും, പിന്നീട് അത് വേണ്ടായിരുന്നു തോന്നും. അതെന്താണ്? ആ വാക്കിലേക്ക് അവർ എത്തിച്ചത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തി, അവരുടെ ഇമാമിയങ്ങൾ, ഈ 12 ഇമാമിയങ്ങളിൽ അവരുടെ തർത്തീബ് എന്താണ്? ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ മക്കളിൽ മൂത്ത പുത്രനാണ് അടുത്ത വിലായത്ത് ഏറ്റെടുക്കേണ്ടത്. ഇതായിരുന്നു അവരുടെ വിശ്വാസം. ഇതിലാണ് അവർ വന്നു നിന്നിരുന്നത്. ജഅഫർ സാദിഖിന്റെ മൂത്ത മകൻ ഇസ്മായിൽ ജഅഫർ സാദിഖിന്റെ കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു. അപ്പൊ അവരാകെ പരിഭ്രാന്തിയിലായി. കാരണം അവരുടെ വാദം അനുസരിച്ച് ജഅഫർ സാദിഖിന് ശേഷം ഏറ്റെടുക്കേണ്ടത് ഇസ്മായിലാണ്. അപ്പൊ ഇസ്മായിൽ മരണപ്പെട്ടു. അപ്പൊ അവർ റിവായത്ത് ഉണ്ടാക്കി. എന്താണ് അവരുടെ റിവായത്ത്? അവരുണ്ടാക്കി, ജഅഫർ സാദിഖ് അദ്ദേഹത്തിന്റെ ചെറിയ മകൻ അബ്ദുള്ളയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇപ്പോൾ ഒരു കാര്യം തോന്നിയിരിക്കുന്നു, നിന്നെയാണ് എനിക്ക് ശേഷം ഏറ്റെടുക്കേണ്ടത് എന്ന്, അതുകൊണ്ട് നീ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. ഈ ഒരു വാദം അവർ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ജഅഫർ സാദിഖിന് ശേഷം അദ്ദേഹത്തിന്റെ മൂത്ത മകനല്ലാതെ ചെറിയ മകനെ തെരഞ്ഞെടുക്കാമെന്ന തീരുമാനത്തിലേക്ക് അവരെത്തി. പക്ഷെ എല്ലാ ഷിയാക്കളും അത് അംഗീകരിച്ചിരുന്നില്ല. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് ഈ 12 ഇമാമികൾ എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജഅഫർ സാദിഖ് മുതൽ താഴോട്ട് അവർ വീണ്ടും ഭിന്നിച്ചു. ജഅഫർ സാദിഖ് തൊട്ട് താഴോട്ട് ഭിന്നിച്ചു. ജഅഫർ സാദിഖിന്റെ മൂത്ത മകൻ അദ്ദേഹം മരിച്ചുവെങ്കിലും അദ്ദേഹത്തെയാണ് നാം ഇമാമായി അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇസ്മായിൽ മരിച്ചുവെങ്കിൽ ഇസ്മായിലിന്റെ മൂത്ത മകൻ മുഹമ്മദിനെ ഇമാമായി അംഗീകരിച്ചുകൊണ്ട് ഇസ്മായിലിലേക്ക്, മരിച്ച ആ വ്യക്തിയിലേക്ക് ചേർത്തുകൊണ്ട് ഇസ്മായിലിയ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായി ഷിയാക്കളിൽപ്പെട്ട. എന്നാൽ ബാക്കിയുള്ള ഷിയാക്കൾ, അതുകൊണ്ട് തന്നെ ഇസ്മായിലിയാക്കൾ ജഅഫർ സാദിഖിന് ശേഷമുള്ള ഇമാമിമാരില്ലേ, നമ്മൾ പറഞ്ഞ 12 ആളുകളിൽ അവരെ ആരും അംഗീകരിക്കുന്നില്ല, ഇസ്മായിലിയാക്കൾ. എന്നാൽ ബാക്കിയുള്ള ഷിയാക്കൾ ഈ വിഭാഗത്തെയൊക്കെ അംഗീകരിക്കുന്നവരാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ പഠിക്കണം. അവസാനത്തെ വിഷയം അവരുടെ പിഴച്ച വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് മഹ്ദിയുടെ കാര്യത്തിലും അതുപോലെ റജഅ എന്ന് പറയുന്ന വിശ്വാസം. അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് ആരാണ് മഹ്ദി? അവസാന നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി വരും. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഇവരുടെ വിശ്വാസം ആ ജനിക്കാതെ പോയ മുഹമ്മദ് ബിൻ അൽ ഹസൻ അൽ അസ്കരി, ആ സർദാബിലുള്ള ഗുഹയിലുള്ള ആ വ്യക്തിയാണ് മഹ്ദി. ആ വ്യക്തിയാണ് അവസാന നാളിൽ പുറപ്പെടുക. അതുകൊണ്ട് ഇന്നും ഷിയാക്കൾ ഈ ഗുഹയുടെ പുറത്തു പോയിട്ട് എന്ത് പറയും? ഉഖ്റുജ് യാ മൗലാന, ഉഖ്റുജ് യാ മൗലാന,
ഞങ്ങളിലേക്ക് പുറത്തേക്ക് വരിക എന്ന് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇവർ അശ്രദ്ധയിലായിരിക്കെ മഹദി വരുമോ എന്ന് പേടിക്കുന്ന കാരണത്താൽ ഇവർ അവിടെ പറയുന്ന സമയം ഇവർ നിസ്കരിക്കുക പോലും ചെയ്യില്ല. 5 വക്ത് നിസ്കാരം ജമാ ആക്കിയിട്ട് ആദ്യം നിസ്കരിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് മഹദിയെ വിളിക്കും. അതിന്റെ പുറത്തൊരു വാഹനം തയ്യാറാക്കിയിട്ടുണ്ട്. മഹദി വന്നാൽ മഹദിയെ കയറ്റിയിരുത്താൻ. ഈ മഹദി എപ്പോൾ ജനിച്ചെന്നാണ് അവർ പറയുന്നത്? ഏകദേശം 3-ാം നൂറ്റാണ്ടിൽ. അങ്ങനെ ഒരാൾ ജനിച്ചിട്ടേ ഇല്ല. ചരിത്രത്തിൽ ആ വ്യക്തിക്ക് ഒരു പരാമർശവും. പക്ഷെ ആ വ്യക്തിയാണ് ഖുർആനുമായി ഇന്ന് നിൽക്കുന്നത്. ആ വ്യക്തിയാണ് മഹദി എന്നാണ് അവരുടെ വിശ്വാസം. തീർന്നില്ല. റജഅ എന്ന് പറയുന്ന മഹദിയുമായി ചേർത്ത് അവർ പറയുന്നുണ്ട്. എന്താണ് റജഅ? അവർ പറയുന്നു മഹദി വന്നു കഴിഞ്ഞാൽ അബൂബക്കറിനെയും ഉമറിനെയും ഒക്കെ പുനർജീവിപ്പിക്കും. അതുപോലെ അവരുടെ നേതാക്കന്മാരെയും പുനർജീവിപ്പിക്കും. എന്നിട്ട് അബൂബക്കറിനെയും ഉമറിനെയും കരിച്ചു കളയും. ആയിഷ റളിയല്ലാഹു അൻഹയെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും വ്യഭിചാരിക്കുള്ള ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് ഈ ഷിയാക്കളുടെ വിശ്വാസം. അതുപോലെ ഒട്ടനേകം വിഷയങ്ങൾ അവരുടെ ഉലമാക്കൾക്ക് അവർ വിശ്വസിക്കുന്ന ഇസ്മത്ത്, അതുപോലെ അവരുടെ തഖിയ്യത്ത്, ഇങ്ങനെ ധാരാളം പിഴച്ച വാദങ്ങൾ പ്രിയപ്പെട്ടവരെ ഷിയാക്കളിൽ നമുക്ക് കാണാൻ സാധിക്കും. സമയം കുറവായതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവസാനമായി എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവരെ കുറിച്ച് കൂടുതൽ പഠിക്കണം. ഈ പിഴച്ച വിശ്വാസങ്ങൾ പേറുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കണം. എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഇത് പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം, ഇവർ നമ്മുടെ നാട്ടിലുണ്ട്. ഷിയാക്കൾ ഏകദേശം എന്നോട് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ അത്യാവശ്യം പഠനം നടത്തിയ ഒരു വ്യക്തി പറഞ്ഞത്, കേരളത്തിൽ മാത്രം 20,000-ത്തിലധികം ഷിയാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തോ ഒരു പരിപാടി നടത്തിയതായി പറഞ്ഞിരുന്നു. അത്രയും അധികം ഷിയാക്കൾ കേരളത്തിലുണ്ട്. കൊണ്ടോട്ടി നേർച്ച നടത്തുന്നതും മറ്റുമൊക്കെ ഷിയാക്കളുമായി ബന്ധപ്പെട്ട ആളുകളാണെന്നുള്ളത് വ്യക്തമാണ്. അവർ പിടിച്ചു നടന്ന കൊടിയിലും മറ്റുമൊക്കെ ആ പേരുകളും മറ്റൊക്കെ എഴുതിയിരുന്നു. ഇനി അതൊക്കെ വിട്ടുകളഞ്ഞാലും നമ്മളുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകൾ ഈ ഷിയാക്കളെ പുകഴ്ത്തുകയും ഈ ഷിയാക്കളാണ് ഇസ്ലാമിന്റെ രക്ഷകരെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ എത്രമാത്രം ഗുരുതരമായ വാദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹമാസിനെ പല ആളുകളും പുകഴ്ത്തുന്നു. ഈ ഹമാസ് പറയുന്നത് ഞങ്ങളുടെ നേതാവ് ഖുമൈനിയാണെന്നാണ്. ഖാലിദ് മിഷാൽ, യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഖാലിദ് മിഷാൽ അവിടെ പോയി അദ്ദേഹത്തിന്റെ ഖുമൈനിയുടെ, അബൂബക്കറിനെയും ഉമറിനെയും കാഫിറാക്കിയ ഖുമൈനിയുടെ ഖബറിന്റെ അരികിൽ പോയി അവിടെ പൂച്ചെണ്ട് നൽകിയിട്ട് ഹുവൽ അബുർ റൂഹി ലിദഅവതിന, ഞങ്ങളുടെ ദഅവത്തിന്റെ നേതാവ് ഈ ഖുമൈനിയാണ് എന്ന് ഖാലിദ് മിഷാൽ പറയുന്ന വീഡിയോ, അദ്ദേഹത്തിന്റെ സംസാരം അല്ലെങ്കിൽ ഇറാനിലുള്ള ചാനലുകൾ പുറത്തുവിട്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരെ പുകഴ്ത്തുന്ന അബുൽ അഅ്ല അൽ മൗദൂദി, അദ്ദേഹം വളരെയധികം അവരെ പുകഴ്ത്തിയ ഒരു വ്യക്തിയാണ്. ഖുമൈനിയുടെ വിപ്ലവമാണ് യഥാർത്ഥ ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അബുൽ അഅ്ല അൽ മൗദൂദി. ഈ രൂപത്തിൽ അവരെ പിന്താങ്ങുകയും അവരാണ് യഥാർത്ഥ ആളുകൾ, അവരാണ് ഇസ്ലാമിന്റെ രക്ഷകർ എന്നൊക്കെ പറയുന്നത് നാം സൂക്ഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വല്ലാഹി സുമ്മ വല്ലാഹ്, ഈ പറയുന്ന വാക്കുകൾ റബ്ബിന്റെ മുന്നിൽ വിചാരണക്കെടുക്കും എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി പറയുന്നു. ഒരു വിഭാഗത്തോട് വ്യക്തിപരമായി അല്ലെങ്കിൽ കുടുംബപരമായി എന്തെങ്കിലും ദേഷ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിനെ ഒരുവൻ പരിഹസിക്കുമ്പോൾ അതിൽ ദിഫാ ചെയ്യുക, പ്രതിരോധിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. ചില ആളുകൾ പറയുന്നത് പോലെ ഇവരെല്ലാം എതിർക്കുന്നു. വല്ലാഹി അല്ല. അങ്ങനെ ഒരാളെ എതിർക്കേണ്ട ആവശ്യം നമുക്ക് എന്താണുള്ളത്? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു. നിങ്ങൾ ഒരു വിഭാഗത്തിനെതിരെയും നിങ്ങളുടെ ശത്രുത കാരണത്താൽ സംസാരിക്കാൻ പാടില്ല എന്ന ഖുർആനിന്റെ അധ്യാപനം മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞ ഏത് വിഷയങ്ങളാണെങ്കിലും അവരുടെ കിതാബുകളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. അതുകൊണ്ട് അവരെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും മുസ്ലിമീങ്ങൾക്ക് പാടില്ലാത്തതാണ്. അവസാനമായി ചില ആളുകളുടെ മനസ്സിൽ വരുന്ന ചോദ്യമായിരിക്കും, അപ്പൊ അവർ മുസ്ലിങ്ങളെ സഹായിച്ചാലോ, അവർ ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും ചെയ്താലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ലാ യുഅയ്യിദു ഹാദ ദീൻ വലൗ ബിർറജുലിൽ ഫാജിർ. വൃത്തികെട്ടവനെ കൊണ്ടാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സഹായിക്കും. അങ്ങനെ വിശ്വസിക്കുക എന്നല്ലാതെ അബൂബക്കറിനെയും ഉമറിനെയും ചീത്ത പറയുന്ന, സഹാബത്തിനെ ഒന്നടങ്കം കാഫിറാക്കുന്ന ഒരുവനുമായി നമുക്ക് ബന്ധമില്ല. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ചില നേതാക്കന്മാർ അവർ പറയാറുണ്ട്, നമ്മൾ യൂസുഫ് അൽ ഖർദാവിയെ പോലുള്ള ആളുകൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ഷിയാക്കളുമായി അഹ്ലുസുന്ന ഒന്നിച്ചു നിൽക്കണം. നിഅമത്തുല്ലാഹ് അൽ ജസായിരി എന്ന് പറയുന്ന അവരുടെ നേതാവ് പറഞ്ഞതായി കാണാം. യൂസുഫ് അൽ ഖർദാവിയൊക്കെ പറയുന്നത് ഞങ്ങളുടെ റബ്ബ് ഒന്നാണ്, ദീൻ ഒന്നാണ്, നബി ഒന്നാണ്. എങ്ങനെയാണ് ഒന്നാവുക? നിഅമത്തുല്ലാഹ് അൽ ജസായിരി പറയുന്നു, മുഹമ്മദിന് ശേഷം അബൂബക്കറിനെ നിശ്ചയിച്ച റബ്ബാണ് നിങ്ങളുടെ റബ്ബെങ്കിൽ ആ റബ്ബുമായി എനിക്ക് ബന്ധമില്ല. നിഅമത്തുല്ലാഹ് അൽ ജസായിരി ഷിയയാണ്. അള്ളാഹുവുമായി അവർക്ക് ബന്ധമില്ല, റസൂലുമായി അവർക്ക് ബന്ധമില്ല. നമ്മുടെ ദീനല്ല അവരുടെ ദീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ എപ്പോഴും നാം ശ്രദ്ധയോടെ നിലനിൽക്കണം.
അവരുടെ കൂടെ സഹവസിക്കുക, അവരെ ന്യായീകരിക്കുക എന്ന് പറയുന്നതും ഒരിക്കലും ശരിയായ കാര്യമല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഷിയയെ എപ്പോഴെങ്കിലും കണ്ടാൽ നിങ്ങൾ ഇങ്ങനെ വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? ഇങ്ങനെ വിശ്വാസമൊന്നും നമുക്കില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവർക്ക് ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അങ്ങനെ കളവ് പറയൽ അവരുടെ ദീനിൽപ്പെട്ടതാണ്. അങ്ങനെ കളവ് പറയൽ വല്ലാഹി ഇത് അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. കളവ് പറയുക എന്നുള്ളത് തഖിയ എന്നവർ പേര് വിളിക്കും. അങ്ങനെ കളവ് പറയാ, മനസ്സിലുള്ളതിന് വിപരീതമായി നാവ് കൊണ്ട് പറയൽ അവരുടെ ദീനിലുള്ളതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും ഒരുപോലെയല്ല. അവരുടെ നേതാക്കന്മാർ കുലൈനി അടക്കമുള്ളവർ അതിന് നൽകിയ വിശദീകരണം മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറത്തു പറയാതിരിക്കലാണ് പുറത്തു പറയുന്നതിനേക്കാളും അഫ്ളൽ എന്നാണ് ഈ ആയത്തിന്റെ വിവക്ഷ എന്ന് കുലൈനിയെ പോലെയുള്ള അവരുടെ സഹീഹ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സഹീഹുൽ ബുഖാരി പോലെ നമുക്ക് ഇമാം ബുഖാരി എങ്ങനെയാണോ അതുപോലെയാണ് അവർക്ക് കുലൈനി നൽകിയ വിശദീകരണത്തിൽ കാണാം. അതുകൊണ്ട് അവരെ സൂക്ഷിക്കുക. ഏതൊരു വിഭാഗത്തോട് നാം അടുക്കുമ്പോഴും ഖുർആനും സുന്നത്തുമായി അവരുടെ ബന്ധം നാം നോക്കുക. ഖുർആനും സുന്നത്തുമായി ബന്ധമുള്ളവരാണെങ്കിൽ അവരോട് നാം ബന്ധം വെക്കണം. അവർ നമ്മെ ഒഴിവാക്കിയാലും നമ്മെ കുറ്റം പറഞ്ഞാലും അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ നാം ഇഷ്ടപ്പെടണം. എന്നാൽ ഖുർആനും സുന്നത്തുമായി ബന്ധമില്ലാത്തവരാണെങ്കിൽ, ഇസ്ലാമിന്റെ എതിരായി പ്രവർത്തിക്കുന്ന ഹവയുടെ ആളുകളാണെങ്കിൽ, അവർ എത്ര അടുത്ത കുടുംബമാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ദിഫാ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നായി ദീന് മനസ്സിലാക്കാനും ദീനിന് വേണ്ടി പ്രതിരോധിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യക്തിപരമായ വിഷയങ്ങളിൽ പ്രതികാരമെടുക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രതികാരമെടുക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.